ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയം നമുക്ക് പുതിയ യൂട്യൂബേഴ്സിന് ഏറ്റവും ഗുണകരമാകുന്ന ഒരു വിഷയമാണ്. നമുക്ക് നമ്മളുടെ ചാനൽ തുടങ്ങിയിട്ട് 10 വ്യൂസ്, 20 വ്യൂസ് അതല്ലെങ്കിൽ 30 വ്യൂസിലൊക്കെ നമ്മളുടെ വീഡിയോ സ്റ്റക്ക് ആവുകയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ ആ വീഡിയോസിനെ ബൂസ്റ്റ് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയില്ല. അപ്പോൾ വലിയ യൂട്യൂബേഴ്സിന് ഓൾറെഡി വ്യൂസ് ഉള്ളത് കാരണം അവർക്ക് പ്രത്യേകിച്ച് നമ്മൾ ഒരു ട്രിക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അവർ യൂട്യൂബിൻ്റെ മൊത്തം കാര്യങ്ങളും അരച്ച് കലക്കി കുടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മളെപ്പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സ് തന്നെയാണ് എപ്പോഴും വ്യൂസിൻ്റെയും അതേപോലെ വാച്ച് ടൈമിൻ്റെയും അതേപോലെ സബിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ ആരിൽ നിന്നായാലും, ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയിൽ നിന്നായാലും നമ്മൾക്ക് ഒരറിവ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ അറിവ് നമ്മൾ ചെറിയ കുട്ടിയെന്നോ അല്ലെങ്കിൽ വലിയ മുതിർന്നവരെന്നോ അതല്ലെങ്കിൽ പ്രായപരിധി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആരിൽ നിന്നാണ് നമുക്ക് നല്ല കാര്യങ്ങൾ ലഭിക്കുന്നത് അത് മുഴുവനായിട്ടും നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണ്. ആദ്യമേ ഈ വിഷയം പറയട്ടെ. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വിഷയം എന്നത് പറയുന്നത്, നമുക്ക് ഇങ്ങനെ 10 അല്ലെങ്കിൽ 20, 30 വ്യൂസിലൊക്കെ നമ്മളുടെ വ്യൂസ് നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു 10-15 മണിക്കൂർ കൊണ്ട് നമുക്ക് ആ വീഡിയോയ്ക്ക് വീണ്ടും വ്യൂസ് വരുത്തുവാനുള്ള ഒരു ട്രിക്കാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. അപ്പം അതിന് നമുക്ക് ആവശ്യമായത് TubeBuddy എന്ന ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും ന്യൂ യൂട്യൂബേഴ്സ് ഉപയോഗിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഈ TubeBuddy എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമുക്ക് നമ്മളുടെ SEO കറക്റ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മളുടെ വ്യൂസ് ബൂസ്റ്റ് ചെയ്യാൻ കഴിയുക. അതിൽ കയറി നമ്മളുടെ ടൈറ്റിൽ ശരിയാണോ, അതേപോലെ തംബ്നെയിൽ ശരിയാണോ, അതേപോലെ തന്നെ ടാഗ് ശരിയാണോ, ഡിസ്ക്രിപ്ഷൻ ശരിയാണോ എന്നൊക്കെ നോക്കി അതിലൊക്കെ ഗ്രീൻ ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ പബ്ലിഷ് ചെയ്യുക. അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള വ്യൂസ് ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ജസ്റ്റ് എങ്ങനെയാണ് എന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ അത് കണ്ടിട്ട് വരാം. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ എങ്ങനെയാണ് TubeBuddyയിൽ നമ്മളുടെ വീഡിയോ ചെക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിന് നമുക്ക് ആദ്യമായി നമ്മളുടെ ചാനൽ ലിങ്ക് TubeBuddyയുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് എങ്ങനെയാണ് നമുക്ക് ഒപ്റ്റിമൈസേഷൻ ചെയ്തെടുക്കുക SEO എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ അതിന് ഒരുപാട് മെനക്കെടേണ്ടതൊന്നുമില്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം ഇവിടെ TubeBuddy എന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഏറ്റവും മുകളിലുള്ളത് ഇന്ന് പബ്ലിഷ് ചെയ്തൊരു വീഡിയോ ആണ്. ഏകദേശം മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. അതിന് എനിക്കിവിടെ 21 കമൻറ്റും അതേപോലെ തന്നെ 17 ലൈക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ തന്നെ SEO കറക്റ്റ് ആണോ ഇല്ലേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് വ്യൂസ് കുറവാണ്. അതിന് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ SEO കറക്റ്റ് ആയിട്ടില്ല. ഞാനത് കറക്റ്റ് ചെയ്യുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണിത് ചെയ്യുക എന്നുള്ളത്. ഞാനതിനിവിടെ ആ വീഡിയോയുടെ അടുത്തൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഞാൻ അപ്ലോഡ് ചെയ്ത തംബ്നെയിൽ ശരിയല്ല എന്നാണ് TubeBuddyയിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ ടൈറ്റിൽ ലെങ്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ ആഡ് കാർഡ് ശരിയാണ്. അതേപോലെ 10ൽ 7 എണ്ണം ശരിയാണ്, എനിക്ക് 3 എണ്ണം തെറ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യുന്നതാണ് ഈ വീഡിയോ ചെയ്തതിന് ശേഷം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ടാഗ് റാങ്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ എൻ്റെ ഇവിടെ 1-2 ടാഗ് റാങ്ക് ചെയ്യുന്നുണ്ട്, 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തൊക്കെ ആയിട്ട്. ബാക്കി ടാഗുകളൊക്കെ ഇവിടെ അൺറാങ്കിങ്ങിലാണ്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ടാഗുകൾ, റാങ്ക് ചെയ്യാത്ത ടാഗുകളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് പകരം നമുക്ക് ഇതിൽ ആഡ് ടാഗ് എന്നുള്ളത് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കീവേഡുകൾ സെർച്ച് ചെയ്ത് ഇതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ടാഗ് നമുക്ക് റാങ്കിങ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആരും ഈ വീഡിയോ മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അറിയാത്തവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ TubeBuddy എന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ചാനലിൽ നമുക്ക് വ്യൂസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മളുടെ SEO കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും നമുക്ക് TubeBuddy ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ 4 ടാഗാണ് ഇതിൽ റാങ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിതിൽ വ്യൂസ് കുറവ്. അപ്പോൾ ഈ ടാഗുകൾ ഞാൻ ക്ലിയർ ആക്കിയതിന് ശേഷം, വ്യൂസ് വരുത്തിയതിന് ശേഷം മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.